ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു നമ്മുടെ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് നടണം കേട്ടോ. അപ്പോൾ ആരെന്തെങ്കിലും ചെയ്താൽ അതുപോലെയൊക്കെ ഒന്ന് ചെയ്യുന്ന വീഡിയോസ് കണ്ട് അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ ഞാനും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കത്തി ആവശ്യമില്ലാത്തതാണ് ഇവിടെ വെറുതെ കിടന്നത്, ഞാനൊന്ന് എടുക്കുന്നുണ്ട്. അത് ചൂടാക്കി വേണം നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ നമ്മുടെ CBC പൈപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിതിൽ ഫുൾ ഓട്ടം ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടേബിൾ ഫ്ലവർ 2 ദിവസം മുമ്പ് ഞാൻ അതെല്ലാം പുഴുതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നു കേട്ടോ നട്ടിരുന്നത്. അവിടെ എല്ലാം മാറ്റിയിട്ട് ഞാൻ മണ്ണെല്ലാം കിളച്ചിട്ട് നമ്മുടെ ബന്ധിച്ചെടിയുടെ വിത്തെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചാണകം എടുക്കാറുണ്ടായിരുന്നു, പിന്നെ കുറച്ച് എല്ലുപൊടിയും, പിന്നെ നമ്മുടെ അല്ലാത്ത ചെറിയൊരു വളവും കൂടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂട്ടോ. അപ്പോൾ ആ വളവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇവിടെ താമര നടാനും പിന്നെ നമ്മുടെ ചെടി നടാനും പിന്നെ പ്ലേവ് മാവൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ നടാൻ വേണ്ടി ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മാസത്തിൽ 2-3 മാസം 3 മാസമൊക്കെ ഇടവിട്ട് ചെടിക്ക് ഇതേപോലെ വളമൊക്കെ ചെയ്ത് കൊടുക്കണം, നല്ലതായിരിക്കും. അപ്പം ഞാൻ നമ്മുടെ ചാണകം ഇവിടെ ചാക്കിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അയ്യത്തുനിന്ന്. അപ്പം അതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഫുൾ ഉണങ്ങി പോയിട്ടോ, കൊണ്ടുവന്നിട്ട് 5-6 മാസത്തിൽ കൂടുതലായി. അപ്പം ഞാൻ ഇവിടെയാണ് നടാൻ വേണ്ടി ഒന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെറുതായിട്ടൊന്നൊരു കുഴി എടുക്കണം. പിന്നെ നമ്മുടെ താമരയൊക്കെ ഇഷ്ടംപോലെ പൂത്തിപ്പുണ്ട്. അപ്പോൾ ഇതിലെ പൂക്കൾക്കൊക്കെ നല്ല വലുതായിട്ട് പൂക്കുന്ന പൂവാണ് കേട്ടോ. ഇഷ്ടംപോലെ പൂവും വന്നിപ്പുണ്ട്, മൊട്ടം നിൽപ്പുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു ആരോഗ്യമില്ല, കാരണം ആ ചെടി നിൽക്കുന്നതിൽ തന്നെ കുറേ പുൽച്ചെടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വളങ്ങളെല്ലാം തന്നെ അത് പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്നും പുഴുത് കളയാത്ത കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ വെയിലല്ലേ, അപ്പം ചെടിക്ക് വെള്ളം ഒഴിച്ചാലും കുറച്ച് സമയം ചൂടൊക്കെ ആകുമ്പോൾ അതൊന്ന് വാടാതിരിക്കാൻ വേണ്ടിയാണ് അതങ്ങനെ നിർത്തിയിരിക്കുന്നത്. പിന്നെ അത് ഞാൻ മാറ്റി കളയുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അത് പുഴുത് ഉള്ള വളം, നമ്മുടെ എല്ലാ വളവും കൂടെ ഒന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇല വരുമെന്നാണ് തോന്നുന്നത്, ആരോഗ്യമുള്ള പൂക്കൾ വരും. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ പൂ പൂക്കേണ്ട സമയമാകുമ്പോൾ മുട്ട് വരുമ്പോൾ തന്നെ വണ്ട് വന്ന് ഇതിൻ്റെ പൂ മൊത്തം കടിച്ചളയും. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സോപ്പ് വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, നമ്മുടെ ഈ ബാർ സോപ്പില്ലേ അതിൻ്റെ വെള്ളമൊക്കെ കലക്കി ഒഴിച്ചാലും മതി. അപ്പം ഞാൻ ആദ്യമൊക്കെ ഒഴിക്കുമായിരുന്നു, ഇപ്പം വീണ്ടും ആ സമയത്തൊക്കെ ഒഴിച്ച സമയത്തൊന്നും വരില്ലായിരുന്നു. വീണ്ടും ഞാനത് ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒഴിക്കണം. ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നത്. എന്തെങ്കിലും നമ്മൾ ചൂട് കാലത്ത് ചെയ്ത് ചിലപ്പം എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി ചെടിയൊക്കെ നശിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെയുള്ളതൊന്നും ചെയ്യാത്തത്. മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ ഒഴിച്ചു കൊടുത്താൽ. അപ്പം നമ്മുടെ ഒരു ചെറിയൊരു കുഴിയൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ഇത് ട്യൂബ് അതിൻ്റെ അകത്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ വളങ്ങളെല്ലാം ഇട്ട മണ്ണ് ഞാൻ അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയൊന്നും മണ്ണെല്ലാം ആ തറയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തറയിലും കുറച്ച് ചെടികളൊക്കെ ഒന്ന് നട്ട് വയ്ക്കണം. അതിൻ്റെ വട്ടത്തിന് ഇങ്ങനെ നടണമെന്നൊക്കെയാണ് പ്ലാന്. പിന്നെ ഈ കാണുന്ന ചെറിയ ഹോളിൽ കൂടെയാണ് കേട്ടോ നമ്മുടെ ഇതെല്ലാം തൈകളെല്ലാം കുത്തി വയ്ക്കുന്നത്. അപ്പം അതെല്ലാം കുത്തി വയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങ് നനഞ്ഞോളുമല്ലോ. അപ്പോൾ മേൽഭാഗത്ത് ഞാൻ കുറേ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെയൊക്കെയുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കാണും. അപ്പോൾ യൂട്യൂബിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നോക്കി ഒന്ന് ചെയ്താൽ മതി. നമുക്ക് പല വീഡിയോസും കാണുമ്പോൾ ഒരു പ്ലാൻ കിട്ടുമല്ലോ, അപ്പോൾ അതുപോലെയൊക്കെ നട്ട് വെച്ചാൽ മതി. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ചെടികളിലൊക്കെ വളം ഞാൻ പറഞ്ഞില്ലേ, ആ പുൽച്ചെടിയൊക്കെ വളർന്നു വന്ന സമയത്ത് അതിലിട്ടുന്ന വളങ്ങളെല്ലാം പിടിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മുടെ പൂവെല്ലാം ഇത്രയും കുഞ്ഞായിപ്പോയത്. ഇതൊക്കെ കുഞ്ഞു പൂ, വലിയ പൂ പൂത്തുകൊണ്ട് നിന്നത് വാങ്ങിച്ചുകൊണ്ടുവന്ന സമയത്ത് നട്ട സമയത്തൊക്കെ വലുതായിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ അന്ന് നട്ടത്. ഇതിൽ അധികം ഇലയൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ ഇലയെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തറയിലൊക്കെ ഞാൻ കുറച്ചൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം വെള്ളം ഒഴിക്കും കേട്ടോ. ഇന്ന് രാവിലെ ഒഴിക്കാൻ പറ്റിയില്ല. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ.